ഇയാനു. നമ്മളെന്താ കഴിക്കുന്നല്ലേ? ഒരു അടിപൊളി പുഡിങ്ങാ. അതിൻ്റെ റെസിപ്പി ഉമ്മ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യുക. ഹായ് ഓൾ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബദാം പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: അരക്കപ്പ് ബദാം വേണം. അതൊരു 5 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പീല് കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കാം. എൻ്റെ കയ്യിൽ അമൂലിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണുള്ളത്, ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. തിളപ്പിച്ച് ചൂടാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ജലാറ്റിനാണ്. ജലാറ്റിൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അതെടുത്തു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൈന ഗ്രാസ് ഉപയോഗിക്കാവുന്നതാണ്. ജലാറ്റിൻ ഞാനിവിടെ 2 ടീസ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലാത്തവർക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ജലാറ്റിൻ ഞാനിവിടെ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബദാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. പാല് ചേർക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പാലും കൂടി ചേർത്ത് അരക്കുകയാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് അരഞ്ഞു വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ബദാം മാത്രമായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ബദാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പാലും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് നമ്മൾ ജ്യൂസ് അടിക്കില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് അരച്ച് എടുത്തിട്ട് വരാം. ഞാൻ പാല് പകുതിയേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ഞാനിപ്പോൾ ആ ഒരു ടിന്നിൻ്റെ പകുതിയോളം കണ്ടൻസ്ഡ് മിൽക്കാണ് അതിൽ ചേർത്തിട്ടുള്ളത്. ബാക്കി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കും. മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ചില ആൾക്കാർക്ക് നല്ല മധുരം വേണം, ഇല്ലെങ്കിൽ മധുരം അത്ര വേണ്ടാത്തവരും ഉണ്ടാകും. അപ്പോൾ മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ ഒരു 4-5 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ്. 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും അതിൻ്റെ കൂടെ 5 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ വെച്ചിട്ടുള്ള ജലാറ്റിൻ്റെ മിക്സില്ലേ, അതും കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. അത് മിക്സിയിലിട്ട് അരക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു പുഡിങ്ങിൻ്റെ ട്രേ ആണ്. അത് ഉള്ളവർ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ചെറിയൊരു പ്ലേറ്റില്ലേ സ്റ്റീലിൻ്റെ, ഒരു കുറച്ച് ഉള്ളിൽ താണിട്ടുള്ള ആ ഒരു പുഡിങ്ങെല്ലാം വെക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേറ്റ്, ആ ഒരു കണ്ടെയ്നറിലോ പ്ലേറ്റിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ പുഡിങ്ങിൻ്റെ മിക്സ് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 1/2 മണിക്കൂറിന് ശേഷം ഞാനത് പുറത്തെടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബദാം കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കൂട്ട് ആ പുഡിങ്ങിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അത് ഒന്നും കൂടി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 4 മണിക്കൂറെങ്കിലും വേണം ഈ പുഡിംഗ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് രാത്രിക്കാണ്. അപ്പോൾ പിറ്റേന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബദാം പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ബക്രീദിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബദാം പുഡിംഗാണ്. ഇനിയിപ്പം ബദാം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ബദാം മിക്സ് പൗഡറില്ലേ,
ബദാം മിൽക്ക് മിക്സ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പൗഡർ അതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളൊന്ന് നന്നായി ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.